നമ്മൾ ഇറങ്ങിയിട്ട് കാർഗിലോട്ടുള്ള യാത്ര തുടങ്ങിയ പാടെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു റിവാർഡിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. കണ്ടോ? അതായത് ആ കാണുന്നത് മലകളാണ്. മലകളുടെ ബാക്കിലായിട്ട് ഐസ് മൂടിയ മലകളും കാണാം. ഇവിടെ ആകെപ്പാടുള്ള പ്രശ്നം കല്ലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ബോർഡല്ല അടുത്തത്. ഇപ്പോൾ ഒരു ബോർഡ് ഉണ്ടല്ലേ, കല്ലുകൾ മേളിൽ നിന്ന് ഉരുണ്ട് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല റോഡാണ്. ഇതേപോലെ ഒരിടത്ത് പോലും പണി നടക്കുകയോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡോ. ഇത് സംഗം വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് നേരം അവിടെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന നദി. എനിക്കിത് ഇൻഡസ് ആണോ എന്നറിയില്ല. നമ്മൾ കറങ്ങി താഴെ അതിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കറങ്ങി അവിടേക്ക് എത്തും. അതുവഴിയാണ് നമ്മൾ ഇങ്ങനെയാണ് പോണത്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. അതുവഴി നമുക്ക് താഴോട്ടിറങ്ങിയ ഇൻഡസിൻ്റെ സൈഡിൽ എത്താം. ഓക്കെ, ഉറപ്പായിട്ടും നമ്മൾ അവിടെ ചെല്ലും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നമുക്ക് താഴേക്ക് പോവാം. അപ്പോൾ നമ്മൾ കാർഗിലോട്ട് പോകുന്നവരെ മറ്റൊരു മനോഹരമായ സ്ഥലം എത്തി. ഇത് സൈഡിൽ ഒരു റിവർ ഒഴുകുന്നുണ്ട്. ഇത് ഇൻഡസാന്ന് തോന്നുന്നു. ഇതിപ്പം നല്ല അടിപൊളി ഒരു ഏരിയയിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മൊത്തം രണ്ട് സൈഡും മലയാണ്. ഇതിപ്പോൾ പാറ വെച്ചുള്ള മലയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട്, ഭയങ്കരമായ ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. അത് ഞാൻ വ്ലോഗ് കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി കാർഗിലിൻ്റെ ഒരു വെൽക്കം ബോർഡ് കാണാം. കാർഗിലിന് 75 കിലോമീറ്റർ ഉണ്ട്. അപ്പം ശ്രീനഗർ എല്ലാത്തിൻ്റെയും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഐഡിലി ഇട്ടേക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കാർഗിലിലേക്കാണ്. കാർഗിൽ വാർ മെമ്മോറിയൽ കാണണം. അതാണ് കാർഗിൽ റൂട്ട്. കാർഗിലിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്കവാറും അവിടെ വെച്ച് നമ്മൾ ഈ പ്ലേസസ് ഓരോ സ്ഥലങ്ങളൊക്കെ പോകുന്നില്ലേ, അഡ്വഞ്ചേഴ്സ്, അതെല്ലാം അവിടെ വെച്ച് വൈൻഡ് ചെയ്യും. പിന്നെ നേരെ ശ്രീനഗർ പോയിട്ട് ശ്രീനഗറിൽ നിന്ന് ഡ്രൈവ് ഡൗൺ ചെയ്ത് ബാംഗ്ലൂരിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് കാർഗിലിലേക്കാണ്. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഡ്രൈവ് ടു കാർഗിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് കാർഗിലോട്ടുള്ള യാത്ര തുടങ്ങിയ പാടെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു റിവാർഡിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. കണ്ടോ? അതായത് ആ കാണുന്നത് മലകളാണ്. മലകളുടെ ബാക്കിലായിട്ട് ഐസ് മൂടിയ മലകളും കാണാം. അങ്ങനെ നല്ല റിവാർഡിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ലേയിൽ തന്നെയാണ് കേട്ടോ. ലേയിൽ നേരെ ഇറങ്ങിയില്ല. റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റേ ചെയ്തോണ്ട് ഇറങ്ങി ജസ്റ്റ് ഒന്ന് വെള്ളോട്ട് ഇറങ്ങി ഒരു 2-3 കിലോമീറ്റർ വന്നു, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് കാർഗിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് മാഗ്നറ്റിക് ഹിൽ. നമ്മളിപ്പോൾ ഉള്ളത് മാഗ്നറ്റിക് ഹില്ലിലാണ്. ഈ കാണുന്നത് മാഗ്നറ്റിക് ഹില്ലാണ്. ഇത് ലേ ലഡാക്കിലേക്കുള്ള വഴിയിൽ കാണുന്നതാണ്. ലേ ഇവിടെ നിന്ന് 23 കിലോമീറ്റർ ആണുള്ളത്. അവിടെ ക്വാഡ് ബൈക്കിൽ ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഹിൽ എന്ന് പറയുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഹില്ലിൻ്റെ ഒരു ബോർഡും അതുകണക്ക് തന്നെ നിംബോ ബസ്കോ പവർ സ്റ്റേഷൻ 40 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞൊരു ബോർഡും വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ വലിയൊരു ബോർഡുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, മാഗ്നറ്റിക് ഹിൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ അത് കണ്ടിട്ടാണ് ഞാൻ വണ്ടി നിർത്തിയത്. എന്തായാലും നല്ലൊരു ഇതാണ് കേട്ടോ. എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. മാഗ്നറ്റിക് ഹിൽ എന്ന് എല്ലാവരും പറഞ്ഞ് പിന്നീട് ആൾക്കാർ ഫേക്ക് ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ മാഗ്നറ്റിക് ഹിൽ ഇതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര ഇപ്പോൾ ഇന്ന് കാർഗിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ കാർഗിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള റോഡാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഒരു സീനിക് ബ്യൂട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നല്ല പനോരമിക് വ്യൂ ആണുള്ളത്. രണ്ട് സൈഡ് മലയാണ്. ഇപ്പോൾ സൈഡ് കൊക്കയാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഹൈവേ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ സൈൻ ബോർഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ആകെപ്പാടുള്ള പ്രശ്നം കല്ലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ബോർഡല്ല അടുത്തത്. ഇപ്പോൾ ഒരു ബോർഡ് ഉണ്ടല്ലേ, കല്ലുകൾ മേളിൽ നിന്ന് ഉരുണ്ട് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല റോഡാണ്. ഇതേപോലെ ഒരിടത്ത് പോലും പണി നടക്കുകയോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡോ ഒന്നും എത്തിയില്ല. ലേയിൽ നിന്ന് വിട്ടിട്ട് ഇതേപോലെ ഫുള്ള് ടാർട്ടർ റോഡാണ്. അപ്പം ഈ ഒരു റോഡ് വഴി നമ്മളിപ്പം ലേയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ലേ വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 30 കിലോമീറ്റർ അങ്ങോട്ടായി. ഇടയ്ക്ക് വെച്ച് നമ്മൾ
പത്താർ സാഹിബ് അവിടെ നമ്മൾ കയറി, ഗുരുദ്വാര കയറി. അത് ഇന്ത്യൻ ആർമിയുടെ ഗുരുദ്വാരയാണ്. അതിൻ്റെ വ്ളോഗ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ വണ്ടികളല്ലാതെ ഇവിടെ ഡെസേർട്ടാണ്. എനിക്കൊന്നും സീസൺ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. മറ്റു വണ്ടികളൊന്നുമില്ല. ഇന്ത്യൻ ആർമിയുടെ വണ്ടികൾ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ ഇഷ്ടംപോലെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. കാർഗിലോട്ട് ഇനി ഏകദേശം 250 കിലോമീറ്ററോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ താഴെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഐ മീൻ ഏതാണെന്നറിയില്ല, ഇൻഡസ് ആണോ എന്ന് എനിക്കറിയില്ല. നല്ല നീല കളറാണ്. താഴെ ചെറുതായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ചെറുതായിട്ട് പോലും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്, ആർമിയുടെ ഉൾപ്പെടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് സംഗം വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് നേരം അവിടെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു നദി. എനിക്കിത് ഇൻഡസ് ആണോ എന്നറിയില്ല. നമ്മൾ കറങ്ങി താഴെ അതിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കറങ്ങി അവിടേക്ക് എത്തും. അതുവഴിയാണ് നമ്മൾ ഇങ്ങനെയാണ് പോണത്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. അതുവഴി നമുക്ക് താഴോട്ടിറങ്ങിയ ഇൻഡസിൻ്റെ സൈഡിൽ എത്താം. ഓക്കെ, ഉറപ്പായിട്ട് നമ്മൾ അവിടെ ചെല്ലും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, നമുക്ക് താഴേക്ക് പോവാം. താഴോട്ട് പോകാൻ പറഞ്ഞു പറഞ്ഞില്ലേ, താഴോട്ട് പോകാം എന്ന് പറഞ്ഞെങ്കിലും ഇതുവഴി പോയാലും നമുക്ക് താഴെ ആ റിവറിൻ്റെ ആ ഒരു സ്പോട്ടിലെത്താൻ പറ്റൂ. പക്ഷെ നമുക്ക് പോകേണ്ടത് നേരെയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ആരുടെയെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ 70 കിലോമീറ്റർ ഗ്രാൻഡ് ഐസ് ഫോൾ ഓഫ് ലഡാക്ക്, നെയ്റാക്സ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. भैया कारगिल 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 इससे താങ്ക്സ് ഭയ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ സ്പോട്ട് കാണാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് മേളിൽ നോക്കിയപ്പോൾ അതുവഴിയാണ് പോകണത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നമുക്ക് താഴെ പോയി കാണാമെന്ന്. പക്ഷേ ഇവിടെ റാഫ്റ്റിങ്ങിൻ്റെയും ബഞ്ചി ജമ്പിൻ്റെയൊക്കെ ഇതിരിപ്പുണ്ട്. അപ്പോൾ ആ വഴി നമ്മൾ സമയം കളയില്ല. കാരണം അതിപ്പോൾ കാണുമ്പോൾ എളുപ്പമാണെങ്കിലും നമ്മളിപ്പം 5-6 കിലോമീറ്റർ മുന്നോട്ട് ഓടി വന്നു. കാരണം മേളിൽ നിന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത, പക്ഷെ നമ്മൾ അവിടെ എത്തണമെങ്കിൽ 2-3 കിലോമീറ്ററൊക്കെ ഓടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ഫുള്ള് മഞ്ഞയും പച്ചയും നിറഞ്ഞൊരു ഇതാണ്. അത് ഒരു ആർമിയുടെ ട്രക്ടറുടെ വണ്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണൊക്കെ മരങ്ങളുണ്ട്, നല്ല രസമുണ്ട് മരുഭൂമിയിലെ മരങ്ങൾ കാണാനായിട്ട്. അതാണ് അടുത്ത ടെട്ര വണ്ടി വരുന്നത്. എന്തോ ആർമി എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോവാം. അപ്പോൾ അത് ബ്രിഡ്ജാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ബ്രിഡ്ജാണ്. ഇതും ബ്രിഡ്ജാണ്. ഓക്കെ, അപ്പോൾ ഇനി രണ്ട് മൂന്ന് വണ്ടിയോട് കാണാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഈ മരങ്ങൾ കണ്ടോ, ഈ ഏരിയയും കൊള്ളാം. അതാ കണ്ടോ, ആർമിയുടെ ബ്രിഡ്ജ് കൊണ്ടുപോകുന്നുണ്ടോ. ആർമി കൺവോയ് ആണ് പോകുന്നത്. കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പം ഇത് കണ്ടോ, മരുഭൂമിയിലെ മഴകൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത നല്ല മനോഹര സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ കാർഗിലോട്ട് പോകുന്നവരെ മറ്റൊരു മനോഹരമായ സ്ഥലം എത്തി. ഇത് സൈഡിൽ ഒരു റിവർ ഒഴുകുന്നുണ്ട്. ഇത് ഇൻഡസാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. ഞാൻ ഗസ്റ്റ് ചെയ്ത് ഇൻഡസാന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നല്ല രസമാണ് അവിടെ കാണാൻ. ഇത് വെള്ളം ഫ്രീസിങ് കോൾഡാണ്, എന്ന് വെച്ചാൽ ഐസ് വെള്ളം തന്നെയാണിത്. ഇതുവഴി ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ താഴോട്ടൊക്കെ ഇറങ്ങി ചെന്ന് കാലൊക്കെ നനയ്ക്കാം. പക്ഷേ ഇപ്പോൾ ആ സാഹസികതയ്ക്ക് ഞാൻ മുതിരുന്നില്ല. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ആ ഒരു ഏരിയയുടെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും ഷോർട്സിന് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്.
പിന്നെ എപ്പോൾ വണ്ടി എടുത്താലും പുറകോട്ട് നോക്കണം. ഒരു ട്രക്ക് വരുന്നുണ്ട്, ആ ട്രക്ക് പോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ വണ്ടി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കാറിൽ ഇനി ഏകദേശം 180 കിലോമീറ്റർ ഇനിയും ഉണ്ട്. എപ്പോൾ എത്തുന്ന ഒരു പിടുത്തമില്ല. ഇപ്പോൾ സമയം 1 മണിയായി. എന്തായാലും ഒരു 6-7 മണിയൊക്കെയാണ് ആവായിരിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ തന്നെ എത്തുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്ന് വാർ മെമ്മോറിയൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കാർഗിൽ വാർ മെമ്മോറിയൽ പോകണം. അവിടുത്തെ വാർ മെമ്മോറിയൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും വാർ മെമ്മോറിയൽ അവിടെ പോയിട്ട് എനിക്കൊരു കുറച്ച് പൂക്കളൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇതേ കണക്ക് ഇപ്പോൾ കാണണമെങ്കിൽ മനോഹരമായ സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ ഒടുക്കത്തെ ബ്ലോക്കാണ്. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഫ്രണ്ടിലൊരു ബസ്സാറുണ്ട്, അവിടെ ട്രാഫിക് ജാം ആയതാണ്, അതിൻ്റെയാണ് ഈ ഒരു ബ്ലോക്ക് എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. ഇപ്പോൾ 2 സൈഡും ബ്ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്ര മണിക്കൂറുടെ കിടക്കേണ്ടി വരും നമുക്കറിയില്ല. നമ്മുടെ വണ്ടി നല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ഓവർടേക്ക് ചെയ്ത് വന്നു, കുറേ വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വന്നിട്ടൊരു സ്ഥലം കിട്ടിയപ്പോൾ ഇവിടെ കിട്ടും. കാരണം പാലമാണ്. കാരണം പാലത്തിൽ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനുള്ള സ്റ്റോക്ക് ചെയ്ത് വെക്കട്ടെ. കാരണം എവിടെയെങ്കിലും പെട്ടു പോവുകയാണെങ്കിൽ ഇന്നലൊരു സംഭവം നടന്നു. നമ്മളൊരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ ഈ പുള്ളി എന്തിനാ ഹോൺ അടിക്കുന്നത്? അവർ ഫ്രണ്ട്സ് അവരെന്തോ സംസാരിക്കാൻ വേണ്ടി ഹോൺ അടിച്ച് കളിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നലെ ആക്ച്വലി എൻ്റെ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളൊക്കെ തീർന്നു. നമ്മളൊരാളെ സഹായിച്ചത് പറയാൻ പാടില്ലെന്നാ. പക്ഷെ എന്നാലും നമ്മുടെ വണ്ടി ഇരുന്ന ഫുഡൊക്കെ നമ്മൾ അവിടെ കർദുംഗല പോയപ്പം എടുത്തു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ അതേ കളർ അല്ലല്ല, വേറെ കളറാണ്. ഓക്കെ, അവിടെ എടുത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്കൊന്നും ഇല്ല. അപ്പോൾ അതെടുത്ത് വെക്കാനായിട്ട് കുറച്ചെടുത്ത് വെക്കാം. ഇവിടുന്ന് ഈ കടയിൽ നിന്ന് മേടിച്ച് വെക്കാം. അപ്പോൾ കടയിൽ സാധനം വാങ്ങിക്കാൻ കയറിയപ്പോൾ വണ്ടി കുറച്ചെടുത്തു. ഈ കാറും ഫ്രണ്ടിലത്തെ ആർമി വണ്ടി ഇടയ്ക്ക് കയറിയപ്പോഴേക്കും എന്നിട്ട് ഹോണ്ടിക്കുന്നിട്ട് ഓടി വന്ന് ഞാൻ വണ്ടി കയറിയതാണ്. എൻ്റെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കടയിൽ കയറി സാധനം മേടിക്കാൻ പറ്റിയില്ല. സാധനം എടുത്തു വെച്ച പാടെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. അൺലക്കി ആയിരുന്നു. കുഴപ്പമില്ല. ഒരു 2 കുപ്പി വെള്ളവും 3 പാർലേജി ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടേക്ക് കിടക്കുക. ആ ഒരു ബസ്സാർ ഏരിയയിൽ ചെറിയ വീതിയേ ഉള്ളൂ. അതിൻ്റെ മാത്രമല്ല 2 സൈഡിലും വണ്ടികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ബ്ലോക്ക് കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്കപ്പം കാർഗിലിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പം നല്ല അടിപൊളി ഒരു ഏരിയയിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മൊത്തം 2 സൈഡും മലയാണ്. ഇതിപ്പോൾ പാറ വെച്ചുള്ള മലയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട്, ഭയങ്കരമായ ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. അത് ഞാൻ വ്ലോഗ് കണ്ടിന്യൂ ചെയ്ത്. ഈ രീതിയിലാണ് ഈ റോഡ്. കുറേ നേരമായിട്ട് ഇങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. കുറച്ചുകൂടി കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇനി കാർഗിൽ ഏകദേശം 130 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അവിടെ ഒരു ബോർഡ് 130 വെച്ചിരുന്നത്. വെച്ചിട്ട് ഭയങ്കര മനോഹരം എന്ന് വെച്ചാൽ, മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിനെയും കാട്ടി മറ്റെന്തോ ആണിത് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ട് എത്തുമ്പോൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് കയറി. ഇനി ഇവിടുന്ന് 120 കിലോമീറ്ററാണ് കാർഗിലുള്ളത്. ഇവിടെ ഫുഡ് കഴിക്കാൻ വെച്ച് കയറിയതാണ് ഈ ഒരു കടയിൽ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. കാരണം ഇവിടെ നിന്ന് ഐസുള്ള മലകൾ കാണാം. ഇപ്പുറ സൈഡിലാണ് കുറേ ഉള്ളത്. കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം.
കണ്ടോ ഐസിയുടെ മലകളാണ്. അപ്പോൾ അതായത് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഇതിപ്പം 11893 ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ട നല്ല ചൂട് ഫുഡ് വന്നിട്ടുണ്ട്. വെജിറ്റബിൾ കറിയും റൊട്ടിയുമാണ്. റൊട്ടി എന്ന് വെച്ചാൽ നമ്മളെ ചപ്പാത്തി. അപ്പം കഴിച്ചു തുടങ്ങി. നമുക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം എത്രയും പെട്ടെന്ന്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെ ഫുള്ള് കഴുതകളാണ്. വണ്ടി പോയി ആരോ ഒരു പെട്ടിട്ടെടുത്തു. അപ്പം അതും കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി എടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം. അപ്പോൾ നമ്മൾ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി കാർഗിലിൻ്റെ ഒരു വെൽക്കം ബോർഡ് കാണാം. കാർഗിൽ ഇനി 75 കിലോമീറ്റർ ഉണ്ട്. അപ്പം ശ്രീനഗർ എല്ലാത്തിൻ്റെയും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറേ നല്ല അടിപൊളി ഒരു യാത്രയ്ക്ക് ശേഷം കാർഗിലെത്തി. ഞാനിപ്പോൾ ഉള്ളത് ആക്ച്വലി ഇത് ആർമി ഫെസിലിറ്റിയാണ്, ഇന്ത്യൻ ആർമിയുടെ ഗസ്റ്റ് ഹൗസാണിത്. ഇതൊരു ആക്ച്വലി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്രിഗേഡിനകത്താണുള്ളത്. ആർമി ഗസ്റ്റ് ഹൗസാണിത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് വന്ന ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.